ഹലോ അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാൻ റെഡിയല്ലേ? അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെട്ടി ചീന്തിയിട്ടിനി നമ്മളാ ഇതുണ്ടല്ലോ മട്ടലൊക്കെ അതൊക്കെ ഉണങ്ങിക്കണേ. അപ്പോൾ രാവിലെ തന്നെ നല്ല മയക്കോളുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നനയും. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയോ, അത് മുഴുവനൂനും എടുത്തിട്ട് നമുക്ക് നമ്മളെ കോണിക്കൂട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ടോ. ഒക്കെപ്പാടെ വീതൻ്റെ ചോട്ട് കൊണ്ടിടാനും വെച്ച. അപ്പം കോണീൻ്റെ അവിടെ കൊണ്ടുപോയിട്ടാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലതും എടുത്ത് അവിടെ കൊണ്ടുവച്ചിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല, നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വെയിലറച്ച് ഉണങ്ങിയിട്ടും വേണം. അപ്പോൾ ഇതേറെ നല്ലതല്ലേ നമുക്ക് ഇതാണ് കൊണ്ടേക്കൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കണം. അപ്പോൾ അതാക്കണേ ഉഴുന്നും അരിയൊക്കെ അരച്ച് വെച്ചിന് കേട്ടോ. മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടല്ലേ, സൂപ്പറായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊക്കെ വേണ്ട. അപ്പോൾ അരി ഇട്ടപ്പം കുറച്ച് ഏറി കേട്ടോ. അപ്പോൾ ഇന്നലെ അരച്ച കുറച്ച് മാവും ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടി അപ്പോൾ കുറച്ച് കൂടുതലായി. അപ്പോൾ ഒക്കെ പാടെ നമ്മൾ ചുട്ടച്ചിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ചുടുക, ബാക്കി നമുക്ക് നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ ചൂടുന്നത്. അപ്പോൾ ഇന്ന് മാവ് കണ്ടിട്ട് തന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പ് ഞാൻ റാക്കിൻ്റെ മേലെ വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് എടുക്കണം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ, ഇഷ്ടം ഉണ്ടാവുള്ളൂ. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ, നമ്മളെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു പൊറുതിയേടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞേന്. അപ്പം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും പൊറുതിയേടൊന്നും ഇല്ല എന്നൊരു കമൻറ്റ് വന്നിക്കണേ. അപ്പോൾ അങ്ങനെയാണ് വെച്ചെങ്കിൽ നമ്മളെന്നാൽ എന്നും ഇനി വീഡിയോ ഇടണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ മാണ്ടല്ലോ. അപ്പോൾ ചില കൂട്ടുകാർക്കൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടീകാരം, ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ കാണാൻ തൃപ്തി ഉണ്ടെങ്കിൽ വീഡിയോ കാണി. ഒരാളെ നമ്മൾക്ക് അടിച്ചേൽപ്പിച്ചാൻ പറ്റില്ലല്ലോ, എൻ്റെ വീഡിയോ കാണണം പറഞ്ഞു കണ്ട്. അപ്പോൾ ഇഷ്ടമല്ലോല് വീഡിയോ കാണുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഡ്ഡലിയൊക്കെ ചൂടാല്ല ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് തിളച്ച് മാവൊക്കെ പാരുകയാണ് കേട്ടോ. അപ്പം ഇനി എല്ലാത്തിലും പാർന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മളെ ഇഡ്ഡലി വേഗട്ടെ, ഇങ്ങിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നമ്മളെ ഇഡ്ഡലിയൊക്കെ വെന്തിക്കണ്. നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നയിക്കണം കേട്ടോ. ഇന്ന് മാവ് ഉസാറായതുകൊണ്ടേ നമ്മളെ ഇഡ്ഡലിയും തന്നെ ഉസാറായിക്കണേ. അപ്പോൾ അങ്ങനെ ഇതാക്കണം, നമുക്ക് ഇനി എടുക്കാം. അപ്പോൾ ഇതാക്കാൻ കണ്ടില്ലേ, ഇഡ്ഡലി നന്നായതുകൊണ്ട് തന്നെ കണ്ടില്ലേ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ പാത്രത്തിൽ നിന്ന് ഒട്ടിപ്പിടിച്ചാതെ പോരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടിയിരിക്കണേ. അതേപോലെ ഇനി ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം. അപ്പം ഇനി ബാക്കി കൂടിയും ചൂടട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മളെന്താട്ടി മോട്ടറൊക്കെ ഒന്ന് ഇട്ടിക്കണേ, ടാങ്ക് ഒന്ന് നിറച്ചേക്കണം. പിന്നെ ഇതാക്കണ സാമ്പാറിന് ഇത്രയും സാധനമുള്ളൂ. കേങ്ങ്, വല്ലുള്ളി, പടവലങ്ങ, പിന്നെ ചൗ ഉണ്ടല്ലോ അതും പാടിട്ടിട്ട് നമുക്ക് ഒരു സാമ്പാർ വെക്കാം. പിന്നെ ഇവിടെ കൂടുതൽ കഷ്ണം ഇട്ടാൽ മക്കൾക്കൊന്നും മാണ്ടി വരില്ല. അപ്പോൾ ചെറിയൊരു സാമ്പാർ, ചെറിയ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സാമ്പാർ ഇട്ടാൽ ഇവിടുത്തെ മക്കൾക്ക് കഷ്ണങ്ങളൊന്നും വേണ്ട, കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കാണേണ്ട ഒരു സാമ്പാർ ഉണ്ടാക്കാതെ ഒരിക്കൽ സാമ്പാറിൻ്റെ ഒരു മണം കിട്ടിയാൽ മതി കേട്ടോ. എന്നാൽ തന്നെ ഒരിക്കൽ ഭയങ്കര തൃപ്തിയാണ്. അത് ചോറ്റക്കാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇഡ്ഡലിയാണെന്ന് വെച്ചെങ്കിൽ ഒരിക്കൽ സാമ്പാർ വേണം കേട്ടോ. പിന്നെ ദോശയാണെന്ന് വെച്ചെങ്കിൽ ചട്ടിനിയും വേണം. അതാണ് കേട്ടോ വല്ലത്. അപ്പോൾ ഞാൻ കുറേ കഷ്ണങ്ങൾ ഇട്ടാൽ ആ കഷ്ണങ്ങളൊക്കെ ഞാൻ തന്നെ തിന്നേണ്ടി വരും. ഞാൻ അപ്പോൾ എത്ര ലീഗാന്തപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ തിന്നണത്. അപ്പോൾ ചെറിയ സാമ്പാർ, കുറച്ച് കഷ്ണങ്ങൾ തന്നെ ഉള്ളൂ, ആ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ. പിന്നെ കുറച്ച് പരിപ്പ് ഇട്ടിക്കണേ. പിന്നെ നമ്മളെ കഷ്ണങ്ങളൊക്കെ കുറവാണല്ലോ, അല്ലെങ്കിൽ പിന്നെ വൈതലങ്ങയൊക്കെ വേണം, എന്നാലും ചാറ് കൂർന്നതന്നെയാവും. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പരിപ്പ് ഇട്ടിക്കണേ. പിന്നെ പുളി ഞാൻ പീഞ്ഞ് പാർന്നിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെ അതിൽ ഇട്ടിക്കാണ് കേട്ടോ. അത് തിളച്ചിക്കാണ്ട് അങ്ങനെ അതിൽ നിന്നുകാണ്ട് പുളിയൊക്കെ ഉണ്ടായിക്കോളും. പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടു. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ലേശം
മല്ലിപ്പൊടി ഇട്ടിക്കണേ, പിന്നെ ഉപ്പിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലിട്ടോ. ഒരു നല്ലോണം വേഗണ കഷ്ണങ്ങളൊന്നുമില്ലല്ലോ, ഒക്കെ ഒരു ചെറുതായിട്ട് ഇതുകൊണ്ടാ വേഗണ കഷ്ണങ്ങൾ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മളെ സാമ്പാറൊക്കെ റെഡി ആയിക്കണേ. അപ്പോൾ പരിപ്പ് വലിയ പരിപ്പായതുകൊണ്ടാണ് കേട്ടോ വേഗാത്ത മാതിരി തോന്നുന്നത്. പിന്നെ ഞാൻ എന്താട്ടി ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് ലേശം വെളിച്ചെണ്ണ വാർന്നിട്ട് അതിക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് കരിയേപ്പൂട്ട് നമ്മളെ സാമ്പാറൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കും സാമ്പാർ തന്നെയാണ്, ഉച്ചക്കും സാമ്പാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയാൽ ഉച്ചയ്ക്ക് പിന്നെ നമുക്കൊരു കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാൻ കരിയേപ്പൂട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പുണ്ടല്ലോ അതും പാടെ ഇട്ടെടുത്ത് കുറച്ച് സാമ്പാറും പൊടി ഇട്ടെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ സാമ്പാറൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം പൊടി കരിയാൻ പാടില്ല, കരിഞ്ഞാൽ പിന്നെ ഒരു കരിഞ്ഞൊരു ചൊയ്യക്കാരനെ. അപ്പോൾ നമ്മൾ സാമ്പാർ ആ ചട്ടിക്ക് പാർന്നെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അങ്ങനെ സാമ്പാറായി, ഇഡ്ഡലിയായി. ഇനി ചായ കുടിച്ചാൽ മതി കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കുറേ മോറാണ്ട്, അതൊക്കെ മോറിയെടുക്കട്ടെ. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ചോറ് കുക്കറിലാട്ടോ തീമടുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചോറ് നാസാകുകയാണ്, കേട് വരികയാണ്. അപ്പോൾ ഞാൻ എന്താട്ടി ഉച്ചക്ക് കുറച്ച് തീമിട്ടിട്ട് പിന്നെ വൈകുന്നേരം കുറച്ച് തീമിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മളെ കുട്ടിക്കാണെങ്കിൽ 9, 9:45, 10 മണിയാകുമ്പോഴത്തേന് പോവും വേണം. അപ്പോൾ അതിന് ചോറും കൂട്ടാനൊക്കെ ആകണ്ടേ. അപ്പോൾ നേരത്തെ തന്നെ ചോറ് വെച്ചാൽ കേടരാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നിച്ച് വെക്കുന്ന ദിവസങ്ങളിൽ ചോറ് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഒന്നുകൂടി തിളപ്പിച്ച് വിറ്റലാണ്. അപ്പോൾ ഇനി ആ തിളപ്പിച്ച് വിറ്റണത് നമുക്ക് വൈകുന്നേരം ഫ്രഷ് ആയിട്ടുള്ള ചോറ് തിന്നാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, ഇങ്ങനെ ഒന്നിച്ച് തീമിടാതെ രാവിലെ ഉച്ചക്കൊക്കെ മാത്രം തീമിട്ടു. പിന്നെ സാമ്പാറും പാർന്നിക്കണം കേട്ടോ. സാമ്പാറും പാർന്ന് പിന്നെ കുറച്ച് ഇറച്ചി ഉണ്ടായി കേട്ടോ, അതും പാടെ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുത്തു. അങ്ങനെ ഓൻ്റെ ചുറ്റും പാത്രം റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് അടിച്ചു വരണം, തുടക്കണം, അതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നിന്ന് ഓനെ പറഞ്ഞേച്ചപ്പോഴാണ് നമ്മളെ സനുട്ടന് ഐസ് ഉണ്ടാക്കിനി കേട്ടോ, മാങ്ങ കൊണ്ട്. ഇപ്പം മാങ്ങൻ്റെ സീസണാണല്ലോ. അപ്പോൾ ആ ഐസ് ഉണ്ടാക്കിയപ്പം ഞാനും തന്നെ കുറച്ച് നേരം കുത്തിർന്നിട്ട് ആ ഐസ് ഒന്ന് തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മിന്നുട്ടി മദ്രസക്ക് പോയിക്കാണ്, ഓൾക്കുള്ളതാണ് എടുത്ത് വെച്ചത്. പിന്നെ ഞാനും സനുട്ടനും തിന്നിട്ടോ. നല്ല അടിപൊളി ഐസ് തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ അതൊക്കെ അടിച്ചൊരി തുടച്ച് നമ്മളെന്താട്ടി ചോറും കൂട്ടാനൊക്കെ റെഡി ആയിക്കണമല്ലോ. പിന്നെ ഞാൻ തിരുമ്പാൻ ഇറങ്ങി, കുറച്ച് ഞാൻ മെഷീനിലിട്ടിക്കണ്. അപ്പോൾ നമ്മളെ ജീനുവിൻ്റെത് ഓന് ഇടാനായിക്കൂല കേട്ടോ മെഷീനിൽ. പാൻറ്റും അവൻ്റെ ഷർട്ടും ടീഷർട്ടും ഒന്നും ഇടാനായിക്കൂല. പിന്നെ വെള്ളയൊന്നും ഞാൻ ഇടലുമില്ല കേട്ടോ. വെള്ളയൊന്നും ഇട്ടാൽ ചിലപ്പം വെളുക്കൂല. അപ്പോൾ ഞാൻ എന്താട്ടി അത് കല്ലുമ്മ വെച്ചിട്ട് തിരുമ്പലാണ് കേട്ടോ. വെള്ളയൊക്കെ ഞാൻ കല്ലുമ്മ തിരുമ്പും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ മെഷീനിലും പാടെ ഇട്ടിട്ട് രാവിലെ കൊണ്ടുവന്നിടും. എന്നിട്ട് പിന്നെ പൊടിയിൽ ഇട്ട് വെച്ചിട്ട് ഒരു ഉച്ചക്കൊക്കെയാണ് തിരുമ്പിടട്ടോ. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉച്ചക്ക് തിരുമ്പിയാൽ വൈകുന്നേരമാവും കേട്ടോ തോരടാൻ. മെഷീനിലായാലും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആളെ മറക്കുകയാണ്, എപ്പോഴായാലും മറക്കും. പിന്നെ അങ്ങനെ കുത്തിർക്കുമ്പോഴേക്കാരം അർച്ചോനെ തോരട്ടിട്ടില്ലല്ലോ എന്നൊരു ഓർമ്മ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ മെഷീനിൽ അങ്ങനെ തുണിയിട്ടിട്ട് തോരടാൻ മറക്കൽ? ഇച്ച് ഭയങ്കര മറവിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണം, തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഒരുമ്പിയിട്ട് നമുക്കതൊന്ന് തോരടണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനത്തെ വിശേഷങ്ങളാണ്, ഇത്രയേ ഉള്ളൂ. ഒന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കണ്ടൻറ്റ് പറഞ്ഞാൽ നല്ല കണ്ടൻറ്റുകൾ എന്താണെന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. നമ്മളെ കണ്ടൻറ്റ് ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നതും മിറ്റടിച്ച് വരുന്നതും തിരുമ്പണമൊക്കെ തന്നെയാണ് നമ്മളൊരു കണ്ടൻറ്റ് കേട്ടോ. അതിലേറെ വലിയ കണ്ടൻറ്റുകളൊന്നും നമുക്ക് കിട്ടാല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ വല്ല പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചെങ്കിലും നമുക്ക് അതിനൊന്നും വ്യൂസും കിട്ടലില്ല കേട്ടോ. ഇതാവുമ്പോൾ ഒരു 500, 600 ചിലപ്പം ചക്കട്ടപ്പം മുയൽ ചത്ത് പറഞ്ഞ മാതിരി ചിലപ്പോൾ ഒരു 1000 കിട്ടും. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഏതായാലും തുടങ്ങിയില്ലേ വിചാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പം വീഡിയോ കാണാൻ ഇഷ്ടമല്ലോലൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ മാവേലിയിൽ സാധനം വന്നീനി, അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങി പോന്നേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ, നിർത്തട്ടെ കേട്ടോ.